ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് കല്ലുമ്മക്കായ നിറച്ച് പൊരിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ തലശ്ശേരി നാട്ടിൽ കല്ലുമ്മക്കായ നിറച്ച് പൊരിച്ചത് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത്. ടൗണിൽ എവിടെ ഇറങ്ങി നോക്കിയാലും തട്ടുകടയിലായാലും പിന്നെ ഏത് ഹോട്ടലിലായാലും എവിടെയായാലും കല്ലുമ്മക്കായ ഇല്ലാത്ത ഒരിത് എവിടെയില്ല. അത്ര അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അതോടൊപ്പം വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് കല്ലുമ്മക്കായ നിറക്കാനുള്ള മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് പൊന്നി റൈസ് നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്ത് ഒരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ച് എടുത്തതാണ്. നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. പിന്നെ ഇത് ഞാൻ 2 ടേബിൾ സ്പൂൺ വലിയ ജീരകവും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും കഴുകിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഉള്ളിയും ജീരകവും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളിയും ജീരകവും വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചതുക്കിയെടുക്കാം. നല്ലപോലെ അരിഞ്ഞു പോകരുത്, പേസ്റ്റ് രൂപമാവരുത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. പൾസിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ മുഴുവനായി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിയൊക്കെ നല്ലോണം മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതും അതേപോലെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് അരച്ചെടുക്കാനേ പറ്റുള്ളൂ. നേർമയായി അരഞ്ഞു പോകരുത്. വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഞാനിത് ബ്ലെൻഡറിൽ തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് അരച്ചെടുക്കുകയാണ്. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ അരി അരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് പൾസിലിട്ടിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. വെള്ളമൊന്നും ചേർക്കാതെയാണ് അരി അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് കല്ലുമ്മക്കായിലേക്ക് ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കല്ലുമ്മക്കായിലേക്ക് സ്റ്റഫ് ചെയ്യാം. സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അരി റെഡിയാണ്. അതോടൊപ്പം ഞാനിവിടെ കല്ലുമ്മക്കായി നല്ലപോലെ വൃത്തിയാക്കി എടുത്തതാണ്. തോടൊക്കെ ക്ലീൻ ചെയ്ത് ആ കല്ലുമ്മക്കായി ഒന്ന് പിളർത്തിയെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി കല്ലുമ്മക്കായി ഇങ്ങനെ പിളർത്തി പിടിച്ച് ഒരല്പം മാവെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. എക്സസ് വരുന്നത് നമുക്ക് ഇങ്ങോട്ട് തട്ടിക്കളയാം. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഫില്ലായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമുക്ക് ഇതേപോലെ എല്ലാ കല്ലുമ്മക്കായും ഫില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ കല്ലുമ്മക്കായെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടത്. സ്റ്റീമറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഇതിൻ്റെ തോടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നത് വരെയാണ് ഇതിൻ്റെ പുഴുങ്ങിയെടുക്കേണ്ട ടൈം. നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കല്ലുമ്മക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനതിൽ കുറച്ച് കല്ലുമ്മക്കായ എടുത്തിട്ട് അതിൻ്റെ ഷെല്ലൊക്കെ അടർത്തി മാറ്റി വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസാല തയ്യാറാക്കണം. നമുക്കിതിൻ്റെ മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ഒരാളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ അരിപ്പൊടി ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം മൈദ ആഡ് ചെയ്യുന്നുണ്ട്. മൈദ ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ടീസ്പൂൺ മൈദയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് നന്നായി ജോയിൻ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്ററായിട്ട് മാറ്റിയെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസായി പോകരുത്. തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ കൂട്ട് നമ്മുടെ കല്ലുമ്മക്കായിൽ പിടിക്കുന്ന രൂപത്തിലുള്ള ബാറ്ററാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ഒരല്പം കൂടി വെള്ളം ഒഴിക്കാം. നല്ലപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇതിൽ കല്ലുമ്മക്കായ് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ കല്ലുമ്മക്കായും മസാലക്കൂട്ടിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ പാനിൽ നിരത്തി കൊടുക്കാം. നമുക്കിത് മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിലാകുമ്പോൾ ഇതൊരു തരം ഹാർഡായി പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് കല്ലുമ്മക്കായ് ഇതിൽ ഫുള്ളായിട്ട് നിരത്തി കൊടുക്കാം. നമുക്കൊരു സൈഡ് കുക്കായതിന് ശേഷം മെല്ലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഓരോ സൈഡും ഫ്രൈ ചെയ്ത് വേണം എടുക്കാൻ. ഇപ്പം എൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്കിത് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് വീണ്ടും മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നേരെ ആക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, 2 മിനിറ്റ് മാത്രം മതി. ജസ്റ്റ് ഒന്നുകൂടി ഫ്രൈ ആവാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലുള്ള എക്സസ് ആയിട്ടുള്ള ഫ്രൈ ചെയ്ത ഓയിൽ നമുക്കിതിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. എൻ്റെ കല്ലുമ്മക്കായ് നിറച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂടുള്ള കട്ടൻ ചായ ഇതിന് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.